നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം. ശവപ്പെട്ടിയും റീത്തുമായി മത്സ്യത്തൊഴിലാളികളുടെ മാർച്ച്. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ആക്രമണം നേരിട്ടാൽ പരസ്പരം സഹായിക്കും. ഉത്തര കൊറിയ റഷ്യ ധാരണ. സംസ്ഥാന സർക്കാർ ഉദാസീനത കാണിക്കുന്നതായി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 2020 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും വമ്പൻ വിജയം. വാർത്തകൾ വിശദമായി. അപകടങ്ങൾ തുടർക്കഥയാകുന്ന മുതലപ്പൊഴിയിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികളുടെ മാർച്ച്. ശവപ്പെട്ടിയും റീത്തുമേന്തിയായിരുന്നു മാർച്ച് നടത്തിയത്. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അത് പ്രകടിപ്പിക്കാനാണ് ഈ സമരമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര വ്യക്തമാക്കി. വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അത് പ്രകടിപ്പിക്കാനാണ് ഈ സമരമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. ഇന്നു രാവിലെ പോലും ഒരാളുടെ ജീവൻ നഷ്ടമായി. മരണം ആവർത്തിച്ചു നടന്നാലും കണ്ണു തുറക്കാത്ത ഭരണാധികാരികളുടെ അവസ്ഥയാണ് ഇത്തരം മരണത്തിന് കാരണം. ഫിഷറീസ് മന്ത്രി 7 ഉറപ്പുകൾ നൽകിയിരുന്നതാണ്. അത് അടിയന്തരമായി നടപ്പാക്കുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞതാണെന്നും ഫാദർ യൂജിൻ പെരേര ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് ഇന്ന് രാവിലെ നടന്ന അപകടത്തിൽ മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങിവരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്തതിര എന്ന വള്ളമാണ് മറിഞ്ഞത്. അപകട സമയത്ത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തിരച്ചിലിലാണ് വിക്ടറിനെ കണ്ടെത്തിയത്. മുതലപ്പൊഴിയിൽ നേരത്തെയും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരുന്നു. ഇനി ആർക്കും ഇങ്ങനെയൊരു അപകടമുണ്ടാകരുതെന്നും അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും വിക്ടറിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണനു പകരം OR കേളു പിണറായി മന്ത്രിസഭയിൽ അംഗമാകും. മാനന്തവാടി MLA ആണ് കേളു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാകും കേളു കൈകാര്യം ചെയ്യുക. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് VN വാസവനും പാർലമെന്ററി കാര്യം MP രാജേഷിനും നൽകി. വയനാട് ജില്ലയിൽ നിന്ന് CPM സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് OR കേളു. കുറിച്യ സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം സംബന്ധിച്ച് നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് 2000 ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം. തുടർന്ന് 2005 2010 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. പിന്നീട് 2015 തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലം MLAയുമായി 2021 വിജയം ആവർത്തിച്ചു. ജൂൺ 18 നടന്ന കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷ UGC നെറ്റ് റദ്ദാക്കി വിദ്യാഭ്യാസ മന്ത്രാലയം. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത്. അന്വേഷണം CBIയെ ഏൽപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ 1205 കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷ 11.21 ലക്ഷം പേരാണ് എഴുതിയത്. നെറ്റ് യോഗ്യത ഇത്തവണ മുതൽ PhD പ്രവേശനത്തിനും പരിഗണിക്കുമെന്നതിനാൽ പരീക്ഷയ്ക്ക് പ്രാധാന്യമേറിയിരുന്നു. 2018 മുതൽ ഓൺലൈൻ ആയിരുന്ന പരീക്ഷകൾ ഇക്കുറി വീണ്ടും ഓഫ്ലൈൻ രീതിയിലേക്ക് മാറ്റിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന് കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന സൂചനകൾ കൈമാറിയത്. ഇവ വിലയിരുത്തി പരീക്ഷ റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. പുനഃപരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കും. നീറ്റ് UG പരീക്ഷയിലെ വിവാദങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായ NTA വിശ്വാസ്യത കൂടുതൽ ചോദ്യം ചെയ്യപ്പെടാൻ UGC നെറ്റ് റദ്ദാക്കൽ കാരണമാകും. നീറ്റ് ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ബീഹാർ പോലീസിലെ എക്കണോമിക് ഒഫൻസ് യൂണിറ്റിനോട് വിശദ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും ഇതനുസരിച്ച് തുടർ നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം തന്നെ NTA റദ്ദാക്കേണ്ടി വന്ന 2ാമത്തെ പരീക്ഷയാണ് UGC നെറ്റ്. 4 വർഷ B.Ed പ്രോഗ്രാമിലേക്ക് ജൂൺ 12 നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഭൂരിഭാഗം കേന്ദ്രങ്ങളിലും പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതായിരുന്നു കാരണം. 29,000 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ വളരെ കുറച്ചു കേന്ദ്രങ്ങളിൽ മാത്രമാണ് കൃത്യമായി നടന്നത്.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി. പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് കേന്ദ്രത്തെ സമീപിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ $40,000 ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത്. എംബസിയുടെ അക്കൗണ്ടിൽ പണമെത്തിയാൽ സനയിൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകി. 12 വർഷങ്ങൾക്ക് ശേഷം പ്രേമകുമാരിക്ക് മകളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും പ്രേമകുമാരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. പ്രത്യേക മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിൽ അധികൃതർ സൗകര്യമൊരുക്കിയത്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയിരുന്നു. നിമിഷയ്ക്കൊപ്പമായിരുന്നു പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത്. ഇതിനുശേഷം ഇത്രയും ദിവസങ്ങളായി നിമിഷയുടെ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഗോത്രവർഗ നേതാക്കളുമായുമുള്ള കൂടിക്കാഴ്ചയ്ക്കായിരുന്നു ശ്രമം. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പു നൽകിയാൽ പ്രതിക്ക് ശിക്ഷയിളവ് ലഭിക്കും. ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തന്നെ പണം ആവശ്യമായതിനാലാണ് പ്രേമകുമാരി അനുമതി തേടിയത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. വിദേശ ആക്രമണം നേരിടുന്ന പക്ഷം പരസ്പരം സഹായിക്കാനുള്ള ധാരണയിൽ റഷ്യയും ഉത്തര കൊറിയയും ഒപ്പുവെച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഉത്തര കൊറിയ സന്ദർശനത്തിലാണ് ഇതിനുള്ള കരാർ യാഥാർത്ഥ്യമായത്. സുരക്ഷ, വാണിജ്യം, സാമ്പത്തികം, ടൂറിസം, സാംസ്കാരികം എന്നിങ്ങനെ സർവ്വമേഖലയിലും സഹകരിക്കാനുള്ള തന്ത്രപങ്കാളിത്ത കരാറിലാണ് പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങും ഒപ്പുവെച്ചത്. പാശ്ചാത്യ അതിക്രമങ്ങളെ നേരിടാനും പരമാധികാരം ഉറപ്പാക്കാനും ഉത്തര കൊറിയ നടത്തുന്ന നീക്കങ്ങളെ റഷ്യ പിന്തുണയ്ക്കുന്നതായി പുടിൻ പറഞ്ഞു. പാശ്ചാത്യ ശക്തികളുടെ ആഗോള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ ഇനി പ്രചാരണത്തിലൂടെ മറച്ചുവെക്കാനാവില്ല. പാശ്ചാത്യർ റഷ്യയെ ആക്രമിക്കാനായി യുക്രൈന് ആയുധങ്ങൾ നൽകുന്നു. ഇത്തരം സാഹചര്യത്തിൽ റഷ്യ ഉത്തര കൊറിയയുമായി സൈനിക സഹകരണം ഉണ്ടാക്കുന്നത് തള്ളിക്കളയാനാവില്ലെന്ന് പുടിൻ കൂട്ടിച്ചേർത്തു. റഷ്യ യുക്രൈനിൽ നടത്തുന്ന അധിനിവേശത്തെ ഉത്തര കൊറിയ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി കിം ജോങ് ഉൻ പറഞ്ഞു. റഷ്യയോ ഉത്തര കൊറിയയോ യുദ്ധം നേരിട്ടാൽ മടിക്കാതെ പ്രതികരിക്കും. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലെത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച പുതിയ കരാർ സമാധാനത്തിനും പ്രതിരോധത്തിനും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1/4 നൂറ്റാണ്ടിനു ശേഷം ഉത്തര കൊറിയ സന്ദർശിക്കാനെത്തിയ റഷ്യൻ പ്രസിഡന്റ് പുടിന് വമ്പൻ സ്വീകരണമാണ് കിം ജോങ് ഉൻ നൽകിയത്. പ്യോങ്യാങ്ങിലെ കിം ഇൽ സുങ് ഛത്രത്തിൽ പുടിനെ കിം പുഞ്ചിരിയോടെ ആലിംഗനം ചെയ്തു. തുടർന്ന് അതിഗംഭീര മിലിറ്ററി പരേഡ് അരങ്ങേറി. 1 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഛത്രം നിറച്ചും ആളുകളുണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഇരു രാജ്യങ്ങളിലെയും പതാകകൾ വഹിച്ചിരുന്നു. പ്യോങ്യാങ്ങിലെ തെരുവുകളിൽ റഷ്യൻ പതാകയും പുടിന്റെ ചിത്രവും സ്വാഗത സന്ദേശങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തര കൊറിയ പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാണ്. കേസുകളുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ ഉദാസീനത കാണിക്കുന്നതായി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്തെ പരമോന്നത കോടതിയോട് സർക്കാർ അനാദരവ് കാണിക്കുന്നുവെന്നും കേസുകൾ നീട്ടിവെക്കാൻ തുടർച്ചയായി സർക്കാർ അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് മൂലം കേസുകളുടെ എണ്ണം കുമിഞ്ഞുകൂടുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. എറണാകുളം മൂവാറ്റുപുഴ പാതയുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗിന്റെ വിമർശനം. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ പകരം ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ഹാജരായില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. 2018 മുതൽ പരിഗണനയിലുള്ള കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. കേസ് പരിഗണിക്കുമ്പോൾ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരായി നടപടികൾ വിശദീകരിക്കണമെന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വിഷയം പരിഗണിച്ചപ്പോൾ ഹാജരാകാനുള്ള ബുദ്ധിമുട്ട് കാണിച്ച് കെ വാസുകി IAS അപേക്ഷ നൽകി. ഇതോടെയാണ് കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായത്. കേസുകളുടെ നടത്തിപ്പിലും കോടതി നടപടികളിലും ഉദാസീന മനോഭാവമാണ് സർക്കാർ കാണിക്കുന്നത്. സംസ്ഥാനത്തെ പരമോന്നത കോടതിയോടുള്ള അനാദരവ് വേദനയുളവാക്കുന്നതാണ്. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും എതിർ സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കുന്നില്ല. കേസുകൾ നീട്ടിവെക്കാൻ തുടർച്ചയായി സർക്കാർ അഭിഭാഷകർ ആവശ്യപ്പെടുന്നു. ഇതുമൂലം കേസുകളുടെ എണ്ണം കുമിഞ്ഞുകൂടുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും വ്യക്തിപരമായി $500,000 പിഴ ഈടാക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതിരുന്ന ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിലപാടിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു.
പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ പകരം ഉദ്യോഗസ്ഥനെ രേഖകൾ സഹിതം ചുമതലപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ജൂലൈ 4-ന് കേസ് വീണ്ടും പരിഗണിക്കും. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 36ആയി. 66 പേർ ചികിത്സയിൽ തുടരുകയാണ്. 22 പേരുടെ നില ഗുരുതരമാണ്. വിഷമദ്യം വിറ്റയാൾ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. പിടിച്ചെടുത്ത മദ്യത്തിന്റെ സാമ്പിളിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. വിഷമദ്യ ദുരന്തത്തിൽ 60-ലധികം പേർ പുതുച്ചേരി, സേലം, വിഴുപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലുള്ള 9 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ലോഡിംഗ് തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. വിഷമദ്യ ദുരന്തമല്ലെന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി. SP-യെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് ചിലർ വ്യാജമദ്യ വിൽപ്പനക്കാരിൽ നിന്ന് മദ്യം വാങ്ങി കഴിച്ചതിനു ശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. തുടർന്ന് തലവേദന, ഛർദി, തലകറക്കം, വയറുവേദന, കണ്ണിന് അസ്വസ്ഥത എന്നിവ അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും നിയമവിരുദ്ധമായി സൂക്ഷിച്ച 200 ലിറ്റർ മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്യവിൽപ്പന നടത്തിയവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. മദ്യത്തിൽ മെത്തനോളിന്റെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി CBCID അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി S. മുത്തുസ്വാമി രാജിവെക്കണമെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ആവശ്യപ്പെട്ടു. സർക്കാരിനെതിരെ തമിഴ്നാട് ഗവർണർ RN രവിയും രംഗത്തെത്തിയിട്ടുണ്ട്. இது அதிகமா அவங்க கண்டினியூ பண்ணிருந்தா இப்ப இந்த அளவுக்கு இவ்வளவு மக்கள் சாக வேண்டிய அவசியமே இல்லை சார். இது நாங்க என்ன நினைக்கிறோம்னா, கள்ளச்சாராய வியாபாரிகளும் കാവൽതുറയും ചേർന്ന് കൂട്ടാകെ ചെയ്ത വ്യാപാരமாக பார்க்கிறோம். മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGCയുടെ ചോദ്യപേപ്പർ ചോർന്നതായി അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴി. ബീഹാറിൽ നിന്നും അറസ്റ്റിലായ അനുരാഗ് യാദവ്, നിതീഷ് കുമാർ, അമിത് ആനന്ദ്, സിംഗന്ദർ യാദവേന്ദു എന്നിവരാണ് പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയത്. പരീക്ഷയുടെ തലേ ദിവസം ചോദ്യപേപ്പർ ലഭിച്ചതായാണ് മൊഴി. ബന്ധുവഴി മെയ് 4-ന് ചോദ്യപേപ്പർ ലഭിച്ചെന്നാണ് പിടിയിലായ അനുരാഗ് യാദവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സിക്കന്ദർ യാദവേന്ദു തനിക്ക് ചോദ്യപേപ്പർ നേരത്തെ നൽകി. തലേന്ന് രാത്രി അത് മനഃപ്പാടമാക്കിയാണ് പരീക്ഷ എഴുതിയത്. അതേ ചോദ്യങ്ങൾ പരീക്ഷാ ചോദ്യപേപ്പറിലും കണ്ടു. എന്നാൽ പരീക്ഷ കഴിഞ്ഞതോടെ പോലീസ് തന്നെ പിടികൂടുകയായിരുന്നുവെന്നും അനുരാഗ് മൊഴി നൽകി. പിടിയിലായ നിതീഷ് കുമാറും അമിതും ചേർന്ന് നീറ്റ് ചോദ്യപേപ്പർ ചോർത്താനാകുമെന്ന് തന്നോട് പറഞ്ഞതായാണ് യാദവേന്ദു വെളിപ്പെടുത്തിയത്. ചോദ്യപേപ്പർ ആവശ്യമുള്ള 4 പേർ തന്റെ പരിചയത്തിലുണ്ടെന്ന് അവരോട് പറഞ്ഞു. അമിതും ആനന്ദും താനും ചേർന്ന് മെയ് 4-ന് മത്സരാർത്ഥികൾക്ക് ചോദ്യപേപ്പർ നൽകി 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും യാദവേന്ദു പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് 13 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പരീക്ഷ എഴുതിയ 9 വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകി. ക്രമക്കേട് നടത്താൻ സഹായിച്ചവർക്ക് നൽകിയെന്ന് സംശയിക്കുന്ന 6 ചെക്കുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകിയവർ 30 ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടെന്നാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നൽകിയ മൊഴി. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അടിയന്തര സ്വഭാവമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിഷയത്തിൽ പ്രതിപക്ഷം മുതലെടുപ്പ് നടത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. നിലവിൽ 5 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്നും സമയബന്ധിതമായി കുടിശ്ശിക കൊടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പെൻഷൻ കുടിശ്ശിക വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന ധനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്ന് PC വിഷ്ണുനാഥ് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും സർക്കാർ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന പ്രസ്താവന തെറ്റാണ്. പെൻഷൻ അവകാശമല്ല, സഹായമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി. ക്ഷേമ പെൻഷനിൽ നിന്ന് സർക്കാർ മെല്ലെ പിൻവാങ്ങുകയാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. പെൻഷൻ നൽകാൻ ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ടും സർക്കാർ പറ്റിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പലർക്കും പെൻഷൻ കിട്ടുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് LDF തോറ്റു എന്നറിയാൻ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടാൽ മതി. അല്ലാതെ 3 ദിവസം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രാജ്യത്ത് നിർത്തലാക്കിയത് മൻമോഹൻ സിംഗ് ആണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തിരിച്ചടിച്ചു. പെൻഷനിൽ ആശങ്ക വേണ്ടെന്നും കുടിശ്ശിക ഉടൻ തീർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. വിഷയം അതീവ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കുടിശ്ശികയുടെ കാര്യത്തിൽ സർക്കാർ കള്ളം പറയുന്നു. നിലവിൽ 6 മാസത്തെ കുടിശ്ശികയുണ്ട്.
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നെന്ന് ധനമന്ത്രി പറഞ്ഞത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സ്പോർട്സ് 2020 ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസിനെ 8 വിക്കറ്റിന് തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ഉയർത്തിയ 181 റൺസിന്റെ വിജയലക്ഷ്യം ഫിൽ സോൾട്ടിന്റെയും ജോണി ബെയർസ്റ്റോയുടെയും ബാറ്റിംഗിന്റെ കരുത്തിൽ ഇംഗ്ലണ്ട് 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. അതേസമയം സൂപ്പർ 8-ൽ ആദ്യമായി ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സോൾട്ട് 47 പന്തിൽ 87 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ ബെയർസ്റ്റോ 26 പന്തിൽ 48 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. സ്കോർ വെസ്റ്റ് ഇൻഡീസ് 20 ഓവറിൽ 180 റൺസും 4 വിക്കറ്റും, ഇംഗ്ലണ്ട് 17.3 ഓവറിൽ 181 റൺസും 2 വിക്കറ്റുമായിരുന്നു. വിൻഡീസ് ഉയർത്തിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ടിന് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും ഫിൽ സോൾട്ടും ചേർന്ന് തകർപ്പൻ തുടക്കമാണ് നൽകിയത്. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടത്തിൽ ഇരുവരും ചേർന്ന് 58 റൺസ് അടിച്ചു. എന്നാൽ പവർ പ്ലേക്ക് പിന്നാലെ ബട്ട്ലർ മടങ്ങിയപ്പോൾ പിന്നീട് വിൻഡീസ് പിടിമുറുക്കി. 1 ഡൗൺ ആയി എത്തിയ മൊയ്ൻ അലിക്ക് സോൾട്ടിനൊപ്പം തകർത്തടിക്കാൻ കഴിയാതിരുന്നതോടെ 10 ഓവർ പിന്നിടുമ്പോൾ ഇംഗ്ലണ്ട് 83 റൺസിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. 11-ാം ഓവറിൽ മൊയ്ൻ അലി പുറത്തായ ശേഷം ക്രീസിലെത്തിയ ജോണി ബെയർസ്റ്റോ സോൾട്ടിനൊപ്പം തകർത്തടിച്ചതോടെ ഇംഗ്ലണ്ട് വീണ്ടും ട്രാക്കിലായി. നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിന് തകർപ്പൻ തുടക്കം ലഭിച്ചെങ്കിലും ഫിനിഷിംഗിൽ പിഴച്ചു. ഓപ്പണർ ബ്രാൻഡൻ കിങ് റിട്ടയർഡ് ഹേർട്ടായ ശേഷം ജോൺസൺ ചാൾസും നിക്കോളാസ് പുരാനും മികച്ച കൂട്ടുകെട്ടുണ്ടാക്കിയെങ്കിലും സ്കോറിംഗ് വേഗം കുറവായിരുന്നു. അവസാന ഓവറുകളിൽ തകർത്തടിച്ച ക്യാപ്റ്റൻ റോവ്മാൻ പവലും ഷെറഫൈൻ റൂദർഫോർഡും ചേർന്നാണ് വിൻഡീസിനെ 180-ൽ എത്തിച്ചത്. മറ്റൊരു മത്സരത്തിൽ യുഎസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 18 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുക്കാനേ യുഎസിന് സാധിച്ചുള്ളൂ. ദക്ഷിണാഫ്രിക്കയ്ക്കായി ഓപ്പണർ ക്വിന്റൻ ഡികോക്ക് അർദ്ധ സെഞ്ചുറി നേടി. 40 പന്തുകൾ നേരിട്ട ക്വിന്റൻ 74 റൺസ് എടുത്ത് പുറത്തായി. സ്കോർ 16-ൽ നിൽക്കെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഓപ്പണർ റീസ ഹെൻറിക്സിനെ നഷ്ടമായിരുന്നു. ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രവും ഡിക്കോക്കും കൈകോർത്തതോടെ ദക്ഷിണാഫ്രിക്കൻ സ്കോർ കുതിച്ചു. 61 റൺസാണ് ദക്ഷിണാഫ്രിക്ക പവർ പ്ലേയിൽ നേടിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.